ആഗോളതലത്തിലെ ഇന്ധന പ്രതിസന്ധി തുടരുമെന്ന സൂചന നൽകി ഇറാന്റെ ആത്മീയ നേതാവിന്റെ ആദ്യ അഭിസംബോധന. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രസ്താവന. അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചു. ഇറാൻ ടിവിയിലൂടെയായിരുന്നു സന്ദേശം പുറത്തു വന്നത്. Wanted. You always thought that and that's what God bestowed upon you when you were reciting the Holy Book, the Holy Quran, on the 10th day of the holy month of Ramadan. God bestowed upon you martyrdom, and you have gone through. പൂജ ലക്ഷ്മി വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. പൂജ, ഈ പ്രതികാര യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ഇറാന്റെ പ്രധാനപ്പെട്ട രക്തത്തിന് മറുപടി നൽകാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ് ആദ്യ സന്ദേശത്തിൽ മുജ്തബ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഈ സംഘർഷ സാഹചര്യം അത്ര പെട്ടെന്നൊന്നും മാറില്ല എന്ന് വേണ്ടേ അനുമാനിക്കാൻ? തീർച്ചയായിട്ടും പ്രതിസന്ധി തുടരും, യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതാദ്യമായിട്ടാണ് പുതിയ പരമോന്നത നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം. അതും ആ ഒരു സന്ദേശം ഇറാൻ ടിവിയിലൂടെ ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നതും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും എന്നുള്ളതാണ്. ഇന്ധന പ്രതിസന്ധി അത് ലോകത്താകെ കൂടി വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്തു നിന്നാണ് ഇറാന്റെ കൃത്യമായിട്ടുള്ള നിലപാട് ഇപ്പോൾ വരുന്നത്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും. ഐക്യ ആഹ്വാനം അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. പക്ഷേ അതേ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അയൽ രാജ്യങ്ങളോട് ശത്രുതയില്ല, പക്ഷേ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് US സൈനിക താവളങ്ങളെയാണ്. അത് അടച്ചിടുന്നത് വരെ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ ഇപ്പോൾ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പകരം ചോദിച്ചിരിക്കും, രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മുജ്തബ ഖമനേയി പറയുന്നുണ്ട്. അതായത് അയത്തുള്ള അലി ഖമേനിയുടെയും മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിനും കൃത്യമായിട്ട് തന്നെ പകരം ചോദിക്കും എന്നുള്ള പ്രസ്താവന കൂടി ഈ ഒരു സന്ദേശത്തിലൂടെ ഇറാൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായി തന്നെ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുജ്തബ ഖമനേയ്ക്ക്. പക്ഷേ അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് ഇങ്ങനെ ഇറാന്റെ ഒരു സന്ദേശം വരുന്നത്. അപ്പോൾ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പൂജ ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.